ഞാൻ റിയൽ ലൈഫിൽ നേരിട്ട 3 പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, അൺറിസർവ്ഡ് ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇത്ര മീറ്റർ പരിധിയിലല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നതിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി. ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ കസ്റ്റമർ സർവീസ് ആയിട്ട് സംസാരിക്കാൻ ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ ആണെങ്കിൽ ഈ പെരിമീറ്ററിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെയാണെങ്കിൽ ഇവരുടെ ആപ്പ് ത്രൂ നമുക്ക് ഓരോ സാധനങ്ങളുടെ പ്രൈസ് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രൈസ് ചെക്ക് ചെയ്യുന്ന ഫീച്ചർ വർക്ക് ആവണമെങ്കിൽ അവരുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കണം. പുറത്ത് പോവുകയാണെങ്കിൽ ഈ പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിനെ പൊതുവെ നമ്മൾ ജിയോ റെസ്ട്രിക്ഷൻസ് എന്ന് പറയും. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോയിന്റ് എയിൽ നിന്നുകൊണ്ട് പോയിന്റ് ബിയിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ആപ്പിനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ബൈപ്പാസ് ചെയ്യാൻ പോകുന്നത് ലൊക്കേഷൻ സ്പൂഫിംഗ് വെച്ചിട്ടാണ്. ലൊക്കേഷൻ സ്പൂഫിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സാപ്പിൻ്റെ ലൈവ് ലൊക്കേഷൻ മാറും. അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സ്പൂഫ് ചെയ്ത ലൊക്കേഷനായിരിക്കും അവർക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അതുപോലെ ചില കമ്പനികളിൽ നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് ലൊക്കേഷൻ വെച്ചിട്ടായിരിക്കും. ആ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഫേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഭവം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ കാണുന്ന ഫേക്ക് GPS ലൊക്കേഷൻ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്യലാണ്. അതിനുവേണ്ടി സെറ്റിംഗ്സിൽ എബൌട്ട് ഫോൺ എടുത്തിട്ട് ബിൽഡ് നമ്പറിൽ ഒരു 7 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് വയ്ക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ യു ആർ നോ എ ഡെവലപ്പർ എന്ന് കാണിക്കും. ഇനി ഡെവലപ്പർ ഓപ്ഷൻ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ സെലക്ട് മോക്ക് ലൊക്കേഷൻ ആപ്പ് എന്നുണ്ടാവും. അവിടെ ഈ കാണുന്ന ഫേക്ക് GPS ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഈ ഫേക്ക് GPS ആപ്പ് തുറന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പ്ലേ ബട്ടൺ അടിക്കുക. ഇനി നിങ്ങൾ ഗൂഗിൾ മാപ്പോ അല്ല ഏത് ആപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും നിങ്ങളിപ്പോൾ ഫേക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ലൊക്കേഷൻ അതിൽ കാണിക്കും. ഇനി നിങ്ങൾ ഈ ഫേക്ക് GPS ആപ്പിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതുവരെ ഇതായിരിക്കും നിങ്ങളുടെ ലൊക്കേഷൻ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.